സ്വപ്നെ, ഞാൻ സഹായിക്കണോ? നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കുന്നതായിരിക്കും നല്ലത്. എന്നാ ഇങ്ങോട്ട് മാറ്. എന്തു പറ്റി? എന്നെ കുടിക്കിയതിന്റെ കുറ്റബോധം കാരണമാണോ സഹായിക്കാൻ തീരുമാനിച്ചത്? എനിക്ക് അങ്ങനെയുള്ള കുറ്റബോധമൊന്നും ഇല്ല സ്വപ്നെ. ഞങ്ങളെല്ലാവരും നിന്റെ നല്ലത് മാത്രം മനസ്സിൽ കണ്ടിട്ടാ ഇതെല്ലാം ചെയ്യുന്നത്. നീ വിചാരിക്കുന്ന പോലെ ഗിരിയേട്ടനോ ഞങ്ങളോ ഒന്നും നിന്റെ ശത്രുക്കളല്ല. ഉള്ളിന്റെ ഉള്ളിൽ നിനക്കും സഞ്ജയ് ഒരു നല്ല മനുഷ്യനല്ലെന്നറിയാലോ. എന്നിട്ടും നീ അവനെ അംഗീകരിക്കുന്നത് കാശിന് വേണ്ടി മാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഒരാളുടെ കയ്യിലുള്ള കാശ് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. കാശില്ലെങ്കിൽ സഞ്ജയെ നിനക്കൊരു നിമിഷം പോലും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരാളുടെ വ്യക്തിത്വം നോക്കി ഇഷ്ടപ്പെട്ട ജീവിതകാലം മുഴുവൻ ആ ഇഷ്ടം മനസ്സിലുണ്ടാവും. ഉപദേശം കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ശരിക്കുള്ള ജീവിതത്തില് കാശുള്ളവൻ കൂടുതൽ കാശുകാരനാവുകയും കാശില്ലാത്തവൻ പട്ടിണിയിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുക. ഇങ്ങനെ തത്വവും പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിൽ എവിടെയും എത്തില്ല. മഞ്ജു, എന്താ ഗിരിയേട്ടാ? എന്താ ഉദ്ദേശം? സ്വപ്ന ആദ്യമായിട്ടല്ലേ പാചകം ചെയ്യുന്നേ. ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ടെന്ന് കരുതി. നീ അടുക്കളയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോ ഇവൾ ഇതുപോലെ നിന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നീ മാത്രം വിശാല മനസ്കത കാണിക്കാൻ നിൽക്കണ്ട. ഇവളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളൂ. നീ വാ. വാ. അതെ, നിങ്ങള് ഭാര്യയും ഭർത്താവും കിടിലാണ് കേട്ടോ. ഇവളെ ഇങ്ങോട്ട് സഹായിക്കാന്ന പേരിൽ അയച്ചത് ഗിരിയേട്ടനായിരിക്കുമല്ലേ? എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഗിരിയേട്ടൻ വന്ന് മഞ്ജുവിനെ കൊണ്ടുപോകും എന്ന് നേരത്തെ തീരുമാനിച്ചതായിരിക്കും അല്ലേ? ഇത്രയും കടന്ന് ചിന്തിക്കുന്ന ഇവളെ തന്നെ വേണം നിനക്ക് സഹായിക്കാൻ. നീ കൂടുതൽ ചിന്തിച്ചു കൂട്ടി ഭ്രാന്ത് പിടിക്കാതെ മര്യാദയ്ക്ക് പറഞ്ഞ കാര്യം ചെയ്യുക. വാ മഞ്ജു.